സത്യം പറയാലോ, ഞാനൊരു ഡൈഹാർഡ് ഗംഭീർ ഫാനാ. അതുകൊണ്ട് ഇമ്മാതിരി ഒരു പെർഫോമൻസ് ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല. സ്വതവേ തകർന്നു നിൽക്കുന്ന ശ്രീലങ്കയിലായിട്ട് ഗംഭീർ പരമ്പരയ്ക്ക് പോകുമ്പോൾ ശ്രീലങ്കയായിട്ട് തുടുത്തിട്ട് വരുമെന്നാണ് കരുതിയത്. പക്ഷേ വിചാരിച്ച പോലെ ഉടുക്കലൊന്നും ഏകദിന പരമ്പരയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു ഗംഭീർ ആരാധകൻ എന്ന നിലയിൽ സങ്കടപ്പെടുന്ന വസ്തുത തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രേമി എന്ന നിലയിലും സങ്കടപ്പെടുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ പഴയ താരങ്ങൾ ആരും ഗംഭീറിനെയും വെറുതെ വിടുന്നില്ല. ഗംഭീർ ഋഷഭ് പന്തിന് പകരം ഏകദിന ടീമിന്റെ വിക്കറ്റ് കീപ്പറായിട്ട് അവതരിപ്പിച്ച KL രാഹുലിനെയും വെറുതെ വിടുന്നില്ല. മുരളി കാർത്തിക് ഉൾപ്പെടെ സകല സാധനങ്ങളും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. രവിശാസ്ത്രിയൊക്കെ ഗംഭീറിനെ കൊന്നില്ലെങ്കിലും രാഹുലിനെ കൊന്ന് കൊല വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ വാക്കുകളെ കുറിച്ച് പറയാനാണെങ്കിൽ പാർത്ഥിവ് പട്ടേൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗംഭീർ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു തമാശയാണെന്നാണോ ഗംഭീർ ഇപ്പോഴും കരുതിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഗംഭീറിന്റെ കരുതലുകൾ മുഴുവനും തെറ്റാണ്. പാർട്ട് ടൈം വിക്കറ്റ് കീപ്പറായിട്ടുള്ള KL രാഹുലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത്? തുടർച്ചയായിട്ട് അവസരങ്ങൾ തുലച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം കമന്ററി സെഷനിടയിൽ ഹർഷ ബോഗ്ലയും രവിശാസ്ത്രിയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെയാണ്. ഹർഷ ബോഗ്ലെ ചോദിക്കുന്നു, ഹാവ് യു എവർ സീൻ KL രാഹുൽ സേവ് ഇന്ത്യ ഓർ ലക്നൗ സൂപ്പർ ജയൻസ് ഫ്രം കൊളാപ്സ്? പുള്ളി ചോദിക്കുന്നത് എങ്ങനെയാണ്: നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ലക്നൗ സൂപ്പർ ജയൻസിനെയും തകർച്ചയിൽ നിന്നും KL രാഹുൽ കൈപിടിച്ച് കയറ്റുന്നതെന്ന്? അപ്പം ശാസ്ത്രി പറയുകയാണ്, നോ, ബിക്കോസ് ഹീ ഈസ് ദ മെയിൻ റീസൺ ഓഫ് കൊളാപ്സ്. ഒരിക്കലും രാഹുൽ കരപിടിച്ച് കയറ്റുന്നത് കണ്ടിട്ടില്ല. കാരണം തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം രാഹുൽ തന്നെയാണെന്നാണ് ശാസ്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ കാർത്തിക് കമന്ററി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവുന്നില്ല. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മാനേജ്മെന്റ്, ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ളവരുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ സീരീസിൽ 2 മത്സരങ്ങൾക്കിടെ 5 തവണ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള KL രാഹുലിനെ എന്തിനു വീണ്ടും വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കുന്നു? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു തമാശയല്ല എന്നുള്ള കാര്യം ഗൗതം ഗംഭീർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കോട്ട് റൈസസ് സ്കോട്ട് സ്റ്റൈരിസും KL രാഹുലിനെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നെഗറ്റീവ് സൈഡാണ്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് നെഗറ്റിവിറ്റി പടർത്തുന്ന ഓറയാണ് KL രാഹുൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ആളുകൾ ഒരാളെ ഇത്ര ക്രൂരമായിട്ട് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം സ്കോട്ട് സ്റ്റൈറിസിന്റെ വാക്കുകൾ എങ്ങനെയാണ്: സംതിങ് അബൌട്ട് KL രാഹുൽ ദാറ്റ് ഈസ് സ്റ്റിൽസ് നെഗറ്റീവ് ഓറ ടു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മൊത്തത്തിൽ നെഗറ്റിവിറ്റി പടർത്തുന്ന സാധനമാണ് രാഹുൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിമർശനങ്ങൾ മുഴുവൻ രാഹുലിന്റെ തലയിൽ വന്നിരിക്കുകയാണ്. ഗംഭീർ നൈസായിട്ട് എസ്കേപ്പ് ആയോ എന്നുള്ള ഒരു സംശയമാണ്.